മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമാനത്തിനുള്ളിൽ നടന്ന പ്രതിഷേധത്തിൽ പ്രതികൾക്കെതിരെ വ്യോമയാന നിയമം നിലനിൽക്കില്ലെന്ന് സർക്കാർ. വ്യോമയാന നിയമത്തിലെ വകുപ്പ് ഒഴിവാക്കി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. 4 വർഷത്തിന് ശേഷമാണ് കേസിൽ റിപ്പോർട്ട് നൽകിയത്. വിമാനത്തിനുള്ളിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ യൂത്ത് കോൺഗ്രസുകാർ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിലാണ് പ്രധാന വകുപ്പുകൾ പ്രോസിക്യൂഷൻ ഒഴിവാക്കിയത്. 4 വർഷത്തിന് ശേഷം ഗുരുതരമായ വ്യോമയാന വകുപ്പ് ഒഴിവാക്കി പ്രോസിക്യൂഷൻ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. സംഭവത്തിന് ശേഷം ജയിലിൽ പോയ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുമെന്നായപ്പോഴാണ് അന്ന് പോലീസ് വ്യോമയാന വകുപ്പ് കൂടി ചുമത്തിയത്. ഇതോടെ പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചു. തുടർന്ന് പ്രോസിക്യൂഷനു വേണ്ടി പിണറായി സർക്കാർ കേന്ദ്രാനുമതി തേടിയെങ്കിലും കേന്ദ്രം തള്ളി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ഫർസീൻ മജീദ്, നവീൻ, സുദീപ് ജെയിംസ്, മുൻ MLA KS ശബരിനാഥൻ എന്നിവരായിരുന്നു പ്രതികൾ. വ്യോമയാന വകുപ്പുകൾ ഒഴിവാക്കിയെങ്കിലും വധശ്രമം, ഗൂഢാലോചന എന്നീ വകുപ്പുകൾ നിലനിൽക്കും. കണ്ണൂരിൽ നിന്നുള്ള വിമാനം തിരുവനന്തപുരത്ത് ഇറങ്ങിയതിനു പിന്നാലെയാണ് പിണറായിക്കെതിരെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധവുമായി എത്തിയത്. വിമാനത്തിലുണ്ടായിരുന്ന CPIM നേതാവ് EP ജയരാജനും മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരും ചേർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തെന്നും അന്ന് ആക്ഷേപമുയർന്നിരുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.